ഹെലൻ ലിങ്. ആഗോളതലത്തിൽ ഇപ്പോൾ ഈ നോർവീജിയൻ യുവതിയുടെ പേര് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ചകൾക്കായി നോർവേ സന്ദർശനം നടത്തിയ സമയത്ത് മാധ്യമപ്രവർത്തക എന്ന നിലയിൽ താൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല എന്ന വാദമുയർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നതോടുകൂടിയാണ് ഇവർ ശ്രദ്ധേയയായത്. എന്നാൽ NDTV ഇവരുമായി നടത്തിയ അഭിമുഖം പല കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമത്തേത്, താൻ ഒരു ജേർണലിസ്റ്റ് അല്ല, കമന്റേറ്റർ ആണ് എന്നും തിരിച്ചു വീണ്ടും ജേർണലിസ്റ്റ് ആണ് എന്നും ഇവർ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മോദി ഉത്തരം നൽകേണ്ടതില്ല, കാരണം ഇരു രാഷ്ട്രങ്ങളും ചേർന്ന് നടത്തിയ സംയുക്ത പ്രസ്താവനയ്ക്ക് വേണ്ടിയാണ് അവർ മാധ്യമപ്രവർത്തകരെ കണ്ടത്, ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. നോർവീജിയൻ ഉഭയകക്ഷി പ്രോട്ടോകോൾ പ്രകാരം ഇത്തരം അവസരങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് അവസരമില്ല. എന്നാൽ ഈ യുവ മാധ്യമപ്രവർത്തക പറയുന്നത് അത് തനിക്ക് അറിയാമെന്നും എന്നാൽ താൻ ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ് എന്നുമാണ്. എന്നാൽ അതിനോട് NDTV പ്രതികരിച്ചത്, വിദേശകാര്യ മന്ത്രാലയത്തോട്, നോർവീജിയൻ വിദേശകാര്യ മന്ത്രാലയത്തോട് ഇത്തരമൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചോദ്യം ചോദിക്കാമോ എന്ന കാര്യം ഇത്തരത്തിലൊരു ശ്രമം നടത്തിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ നയതന്ത്ര വഴിയിലൂടെ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ ഇത് ചെയ്യാൻ തനിക്ക് സാധിക്കില്ല എന്നറിയുന്നതുകൊണ്ട് നേരിട്ട് കണ്ടപ്പോൾ 2-3 മീറ്റർ അകലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ താൻ അത്തരം ഒരു ചോദ്യം ഉയർത്തി എന്ന് മാത്രമേ ഉള്ളൂ എന്നും ഈ യുവതി പറയുന്നു. തുടർന്ന് ഇവർ പറയുന്നത് തന്റെ എക്സ് ഹാൻഡിൽ തന്നെ ഞെട്ടിച്ചു എന്നാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയില്ല എന്ന ചോദ്യം താൻ ഉയർത്തിയപ്പോൾ അത് വലിയ തോതിൽ പങ്കുവെക്കപ്പെട്ടു. എന്നാൽ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ തെളിവല്ലേ എന്ന് NDTV ചോദിക്കുമ്പോൾ അവർക്ക് അതിന് കൃത്യമായ മറുപടിയില്ല. മറിച്ച് പറയുന്നത്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അതിനോട് പ്രതികരിച്ചുവെന്നും രാഹുൽ ഗാന്ധിയോട് താൻ അഭിമുഖം ചോദിച്ചു എന്നുമാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് തന്റെ പരാതി അല്ലെങ്കിൽ തന്റെ നിലപാട് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്ന് ഈ യുവതി പറയുമ്പോൾ, ഭീകരതാ വിരുദ്ധ നിയമം വച്ച് ഗാസ റിപ്പോർട്ട് ചെയ്യുന്നവരെ വിചാരണ ചെയ്യുന്ന ജോർദാനും യാഥാസ്ഥിതിക രാഷ്ട്രമായ ഖത്തറും മാധ്യമ സ്വാതന്ത്ര്യ പട്ടികയിൽ മുന്നിൽ നിൽക്കുകയല്ലേ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു വിശദീകരണം നൽകാൻ ഈ യുവ മാധ്യമപ്രവർത്തക എന്ന് അവകാശപ്പെടുന്ന വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. താൻ റേറ്റിംഗിനെ വിശ്വസിക്കുന്നു, മാധ്യമ സ്വാതന്ത്ര്യം സംബന്ധിച്ച റേറ്റിംഗിനെ താൻ വിശ്വസിക്കുന്നു, എന്നാൽ അത് വസ്തുതാപരമല്ല എന്നുണ്ടെങ്കിൽ പരിശോധനയാകാമെന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള പ്രതികരണമാണ് മാധ്യമ സ്വാതന്ത്ര്യ സൂചികയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നൽകുന്ന മറുപടി. മറ്റൊന്ന്, നോർവീജിയൻ രാഷ്ട്രത്തലവൻ ചൈന സന്ദർശിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇന്റേൺമെന്റ് ക്യാമ്പുകളെ കുറിച്ച് ലോകം മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടും നോർവീജിയൻ മാധ്യമങ്ങൾ മൗനം പാലിച്ചല്ലോ എന്ന NDTVയുടെ ചോദ്യത്തിന് നൽകുന്ന മറുപടി, അക്കാലത്ത് താൻ മാധ്യമപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ്. മറ്റൊരു ശ്രദ്ധേയമായ ചോദ്യവും അതിനോടുള്ള പ്രതികരണവും ഇന്ത്യയെ പാമ്പാട്ടിയായി ചിത്രീകരിച്ചുകൊണ്ട് നോർവീജിയൻ പത്രത്തിൽ വന്ന കാർട്ടൂണിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇത് വംശീയ അധിക്ഷേപമല്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടി, അത് താൻ ജോലി ചെയ്യുന്ന പത്രമല്ല, മറ്റൊരു പത്രമാണ് എന്നതാണ്. അതുപോലെ തന്നെ താങ്കൾ ജോലി ചെയ്യുന്ന പത്രം നോർവീജിയൻ ലേബർ പാർട്ടിയുടെ പത്രമല്ലേ എന്ന ചോദ്യത്തിന് ഹെലൻ ലിങ് നൽകുന്ന മറുപടി, അത് നേരത്തെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രമായിരുന്നു, എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ നോർവീജിയൻ മാധ്യമ പ്രവർത്തനം ഏറെ മാറിക്കഴിഞ്ഞു എന്നൊക്കെയുള്ള മറുപടിയാണ് നൽകുന്നത്. ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തെക്കുറിച്ചാണ് മറ്റൊരു ചോദ്യം. എങ്ങനെയാണ് താങ്കൾ ഇന്ത്യയെക്കുറിച്ച് പഠിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത്? ഇന്ത്യയെക്കുറിച്ച് വല്ലതും വായിച്ചിട്ടുണ്ടോ? വല്ല പുസ്തകങ്ങളും, ശ്രദ്ധേയമായ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇന്ത്യ ചരിത്രം പഠിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് താൻ അത്തരം പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല, ഭാരതം സന്ദർശിച്ചിട്ടില്ല, ഭാരതത്തെക്കുറിച്ച് കൂടുതൽ പ്രത്യേകിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല, എല്ലാ രാഷ്ട്രങ്ങളെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്തരത്തിൽ ഇന്ത്യയെക്കുറിച്ചും റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ട്, പത്ര റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് സ്വരൂപിച്ച വിവരം വെച്ചാണ് താൻ ഇന്ത്യയെ വിലയിരുത്താൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇത് ഈ യുവ മാധ്യമപ്രവർത്തകയുടെ എക്സ് പോസ്റ്റ്, അതുപോലെ തന്നെ ചില വീഡിയോകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പങ്കുവെക്കപ്പെടുകയാണ്. ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് ആലോചിക്കുമ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ മോദി വിരുദ്ധരായ കേന്ദ്രങ്ങൾ, അവരുടെ ഒപ്പമുള്ള സൈബർ പടയാളികളൊക്കെയാണ് വലിയ തോതിൽ ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം വ്യക്തമാണ്, ഇതിന് പിന്നിലുള്ള ഗൂഢതന്ത്രം വ്യക്തമാണ്. ഏതായാലും NDTVയുടെ ഈ അഭിമുഖം
ഇത്തരത്തിലുള്ള ഒളിച്ചുകളി പുറത്തു കൊണ്ടുവരുന്നതിൽ വളരെയധികം സഹായകമാണ് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കുക.